ഹായ് ഫ്രണ്ട്സ്, അയ്യപ്പ വിളക്കിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ നമ്മുടെ മേളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഒപ്പം കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് പഞ്ചവാദ്യം നിങ്ങൾക്കും കേൾപ്പിച്ചാലോ? പഞ്ചവാദ്യം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കാണും കേട്ടോ. അത് അപ്പോഴത്തേനും എല്ലാവരും ഇനി എഴുന്നള്ളത്ത് വരുന്നത് 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ്. ആ അമ്പലത്തിലേക്ക് ഏട്ടന്മാരും എല്ലാവരും പോയി, ആൾക്കാരൊക്കെ പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളും അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ നമ്മളും അടുത്ത് അയ്യപ്പൻ്റെ അമ്പലമുണ്ട് ജലഹലിയിൽ തന്നെ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മുടെ ആനൻ്റെ അടുത്തുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ആൾക്കാർ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാ കുട്ടികളെയും കൂട്ടി നമ്മൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏട്ടന്മാരില്ലാതെ പുറത്തിങ്ങനെ കുട്ടികളെ കൊണ്ട് പോകുന്നത്. ഞാനും അങ്ങനെ ഈ ഭാഗത്തൊന്നും കുട്ടികളെ കൊണ്ടൊന്നും അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ചേച്ചിമാരെ കൊണ്ട് വരുമ്പോൾ രസം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേച്ചിമാരെ കൂടി അമ്പലത്തിലേക്കൊക്കെ പോകണത് കേട്ടോ. ഏട്ടന്മാരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി. അകത്തൊന്നും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ചായക്കടയിൽ പോയി. വയനാട് കഫേയിൽ കയറി ചായയും കുട്ടികൾക്ക് കഴിക്കാനൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ബില്ലാക്കാൻ നിൽക്കുമ്പോഴേക്കും ഏട്ടന്മാർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു എഴുന്നള്ളത്ത് ഇവിടെ എത്താനായിട്ടുണ്ട്. ശരി, നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സമന്വയൻ്റെ ആംബുലൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊപ്പം എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ ആംബുലൻസ് കൂടെ വേണം. അതുകൊണ്ടാണ് കേട്ടോ അവർ ബാക്കിൽ പോകുന്നത്. അപ്പോൾ രഥവും കാര്യങ്ങളൊക്കെ നമ്മൾ അവൻ്റെ കൂടെ അങ്ങനെ പോയി. നമ്മൾ അവൻ്റെ കൂടെ അങ്ങനെ ജോയിൻ ചെയ്തു. അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്നല്ലേ കേൾക്കാറുള്ളൂ. അതൊക്കെ നമ്മൾ ഒപ്പം ശരണം വിളിച്ച് നമ്മൾ അവരുടെ കൂടെ നടന്നു കേട്ടോ. അയ്യപ്പൻ്റെ ഈ പാട്ടൊക്കെ ഒരു പ്രത്യേക സുഖമാണല്ലേ. ഇത് താലപ്പൊലിൻ്റെ അടുത്തെത്തിയായിരുന്നു കേട്ടോ. നമ്മൾ താലപ്പൊലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. നമ്മൾ അധികം മെയിൻ റോഡിൽ കാര്യങ്ങളൊന്നും നിന്നില്ല. റോഡ് ബ്ലോക്ക് ആവും, നല്ല ട്രാഫിക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പെർമിഷനും അധിക നേരം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 7:30 ആകുമ്പോഴത്തേനും നമ്മൾ ഗ്രൗണ്ടിലെത്തി പാർട്ട് 3 അപ്ലോഡ് ചെയ്യാം.